മത്തൻ്റെ ഇല വെച്ചിട്ട് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കർക്കിടകത്തിലാണ് ഇതുപോലുള്ള ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലത്. നമുക്കറിയാം 10 ഇലകൾ കർക്കിടകത്തിൽ കഴിക്കണം എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മത്തൻ്റെ ഇല. മത്തൻ്റെ ഇല ദിവസേന കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ദിവസേന കഴിക്കാം കേട്ടോ. ഇതിന് കൊളസ്ട്രോളിനെ തടയാനും അതുപോലെ തന്നെ ഷുഗർ, BP ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ട്. അതുപോലെ ക്യാൻസറിനെ ചെറുക്കാനുള്ള ഒരു പ്രത്യേക കഴിവും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാൽസ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതായതുകൊണ്ട് നമ്മൾ ടാപ്പ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകാൻ മാത്രം മതി. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അത്രത്തോളം ചെറുതായി അരിയാൻ പറ്റുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇതുപോലുള്ള ഇലക്കറികളൊക്കെ. അപ്പോൾ ഇതാ നമ്മളൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളകും ഒരു 5-6 വെളുത്തുള്ളി ചതക്കിയതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും ഒക്കെ ഒരുപാട് അളവിൽ ഇലക്കറികൾക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഇലയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ തന്നെ നമുക്കിത് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. സാധാരണ ചീര പാകം ചെയ്യുന്ന പോലെയല്ല, കുറച്ചധികം വേവുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആവി കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പകുതി ഭാഗം കുക്കായി കഴിഞ്ഞാൽ ഇതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇലക്കറികൾക്ക്. അതുപോലെ നിങ്ങൾ വെളുത്തുള്ളി അല്ലി ചതക്കി ഇടുന്നുണ്ടല്ലോ, അത് നമ്മൾ അരി മൂത്തതിന് ശേഷം മാത്രം ഇടുക കേട്ടോ. വെളുത്തുള്ളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അരി മൂക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെ മത്തൻ ഇല വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ മാക്സിമം കൊടുക്കാൻ നോക്കുക, വളരെ നല്ലതാണ്. ചെറിയൊരു മധുരമായിരിക്കും കേട്ടോ ഈ ഇലക്ക്. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില പോലെ ഒരു കയ്പോ ആ ഒരു ചവർപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.